കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിയായ ദളിത് പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുള്ള വ്യവസായിയുടെയും പത്രപ്രവർത്തകന്റെയും പേര് പുറത്തുവിട്ട് കേരള പട്ടിക ജനസമാജം. പണത്തൂർ സ്വദേശിയായ വിദ്യാധരൻ കാട്ടൂരിനും കാഞ്ഞങ്ങാട്ടെ പത്രപ്രവർത്തകൻ അരവിന്ദൻ മാണിക്കോത്തിനും കുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് KPJS ആരോപിച്ചു. അതിനിടെ റിമാൻഡിലായിരുന്ന പ്രതി ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. എണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരി നേരിട്ടത് ക്രൂരമായ പീഡനമാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി എന്നും പ്രതികളുടെ ചവിട്ടേറ്റാണ് പെൺകുട്ടി മരിച്ചതെന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും അനുകൂലമാകുന്നതോടെ പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുള്ള മറ്റു പ്രതികളെയും കസ്റ്റഡിയിലെടുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അന്വേഷണ പരിധിയിലെത്തിയതോടെ പാണത്തൂർ സ്വദേശിയായ വ്യവസായി കേരളം വിട്ടുവെന്നും വിവരമുണ്ട്. പാണത്തൂർ സ്വദേശിയും സ്വകാര്യ ബസ്സുകളുടെയും ബാറുകളുടെയും ഉടമയായ വിദ്യാധരൻ കാട്ടൂരാണ് കുറ്റാരോപിതനായ വ്യവസായി എന്നും കാഞ്ഞങ്ങാട്ടെ സായാഹ്ന പത്രത്തിൻ്റെ ഉടമ അരവിന്ദൻ മാണിക്കോത്താണ് കുട്ടിയുടെ വീട്ടിലെത്തി 25 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയതെന്നും KPJS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ. വിദ്യാധരൻ എന്നാണ് അയാളുടെ പേര്. വിദ്യാധരൻ്റെ പേരാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. വിദ്യാധരൻ എന്ന് പറയുന്ന വ്യവസായി അയാൾക്ക് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിലും കൊലപ്പെടുത്തുന്നതിലെല്ലാം നിർണായക പങ്കുണ്ട്. അരവിന്ദൻ മാണിക്കോത്തും അയാളുടെ സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫുകളും ചേർന്ന് ഈ കുട്ടിയുടെ വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരിയെയും സമീപിച്ചു. ഈ കേസ് പരാതിയുമായി മുന്നോട്ട് പോകരുത്, ഈ കേസിൽ 25 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം എന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ഈ കേസിൽ ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ട്, അതല്ലെങ്കിൽ ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള ഈ വ്യവസായിയുടെ ഇടനിലക്കാരനാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒപ്പം താമസിപ്പിക്കാൻ ബിജു പൗലോസിന് സഹായം ചെയ്ത പ്രതിയുടെ അമ്മ ഏലിയാമ്മയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. കേസ് വൈകിപ്പിക്കാൻ പ്രതികൾക്ക് സഹായം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. 24 കാസർഗോഡ്.